ലയണൽ മെസ്സിയും ഇന്റർ മയാമി ഉടമ ഡേവിഡ് ബെക്കാമും ആരാധകരുടെ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇരകളായി. ഹോങ്കോങ്ങിലായിരുന്നു സംഭവം. പ്രീ സീസൺ ടൂറിന്റെ ഭാഗമായി ഹോങ്കോങ് സെലക്ട് ഇലവനുമായുള്ള ഇന്റർ മയാമി നിരയിൽ മെസ്സിയും സുവാരസും ഉണ്ടായിരുന്നില്ല. പ്രിയ താരങ്ങളെ കാണാൻ വലിയ നിരക്കിലുള്ള ടിക്കറ്റുകളാണ് ആരാധകർ വാങ്ങിയത്. എന്നാൽ മെസ്സിയും സുവാരസും പരിക്ക് കാരണം കളത്തിലിറങ്ങിയില്ല. ഇതോടെയാണ് ആരാധകർ നിലവിട്ടതും ഗാലറിയിൽ പ്രതിഷേധിച്ച് കൂവൽ തുടങ്ങിയതും. മത്സരത്തിൽ 1-നെതിരെ 4 ഗോളിന് ഇന്റർ മയാമി വിജയിച്ചു. 38,323 ആരാധകരാണ് കളി കാണാനെത്തിയത്. $1000 കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. ഇടവേള കഴിഞ്ഞതോടെ V1 മെസ്സി എന്ന ചാൻഡുകൾ ഗാലറിയിൽ നിന്ന് തുടങ്ങി. കളിയുടെ അവസാന 10 മിനിറ്റ് പോലും മെസ്സി ഇറങ്ങില്ലെന്നുറപ്പായതോടെയാണ് ആരാധകരുടെ പ്രതിഷേധം ശക്തമായത്. ടീമുടമ ഡേവിഡ് ബെക്കാമിനെതിരെയും പ്രതിഷേധമുയർന്നു. കാൽമുട്ടിന് പരിക്കേറ്റതോടെയാണ് മെസ്സിയും സുവാരസും മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നത്. നിലയ്ക്കാത്ത കൂവലും പ്രതിഷേധവും ഉണ്ടായെങ്കിലും ആരാധകരുടെ പിന്തുണയ്ക്ക് നന്ദി എന്നായിരുന്നു ബെക്കാമിന്റെ പ്രതികരണം. ഇതേസമയം ആരാധകരുടെ പ്രതിഷേധം മനസ്സിലാക്കുന്നുവെന്നും മെസ്സിയെയും സുവാരസിനെയും കാണാനുള്ള അവസരം നഷ്ടമായതിൽ ഇത്തരം പെരുമാറ്റം സ്വാഭാവികമാണെന്നുമായിരുന്നു മയാമി കോച്ച് ജെറാഡോ മാർട്ടിനോ പറഞ്ഞത്. ക്ലബിന്റെ മെഡിക്കൽ ടീമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. പരിശോധനയ്ക്ക് ശേഷം മെസ്സിയും സുവാരസും കളിക്കാൻ കഴിയില്ലെന്നാണ് മെഡിക്കൽ ടീം അറിയിച്ചത്. ആരാധകരുടെ നിരാശയ്ക്ക് അവരോട് ക്ഷമ ചോദിക്കുന്നു. കുറച്ചു സമയമെങ്കിലും മെസ്സിയെയും സുവാരസിനെയും കളിപ്പിച്ചുകൂടെ എന്നാണ് പലരും ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരാനിരിക്കെ ഈ താരങ്ങളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാനാവില്ലെന്നും മാർട്ടിനോ വ്യക്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.